പാർട്ട് 2. ഇവയിൽ ഏത് ഫോം ആണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ഏത് ഫോമാണ്? നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അപ്പോൾ നാം പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ഫോം 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഫോം 2 ആണ്. ഫോം 2 ആണ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി നമ്മൾ പൂരിപ്പിച്ച് നൽകേണ്ടത്. അടുത്തത്, ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ചുരുങ്ങിയത് എത്ര കാലയളവ് ഓടിച്ച പരിചയം ഉണ്ടെങ്കിലേ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. ചുരുങ്ങിയ കാലയളവ് എത്ര? അതായത് LMV വാഹനത്തിന്റെ ലൈസൻസ് എടുത്തതിന് ശേഷം എത്ര നാള് കഴിഞ്ഞാണ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസ് എടുക്കാൻ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും? ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് എടുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം. അടുത്തത്, ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 20 വയസ്സാണ്. 20 വയസ്സ് തികഞ്ഞാൽ മാത്രമേ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുകയുള്ളൂ. അടുത്തത്, ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചരക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം എന്താണ്? വെള്ള നിറമാണ്. തെറ്റിപ്പോരുത്, വെള്ള നിറം ആണ് ലൈറ്റുകളുടെ നിറം. നെക്സ്റ്റ്, ബ്രീത്ത് അനലൈസർ, അതായത് മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിനുള്ളതാണ് ബ്രീത്ത് അനലൈസർ മുഖേനയുള്ള പരിശോധനയിൽ രക്തത്തിൽ ഡാഷിൽ കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വാഹനത്തിന്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. അതായത് മദ്യപിച്ചു എന്ന് ഉറപ്പുവരുത്താൻ എത്ര വേണം? 100 മില്ലിയിൽ 30 മില്ലിഗ്രാമിൽ കൂടുതൽ എന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഊതിയ ആൾ മദ്യപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിന്റെ എത്ര നാൾ മുൻപ് എന്ത് ചെയ്യാം? പുതുക്കാം. ഇത് ഓൾറെഡി നമ്മൾ കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വർഷം മുമ്പ് എന്ത് ചെയ്യാം? അതിന് അപേക്ഷിക്കാൻ കഴിയും. നെക്സ്റ്റ്, ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം. പൊല്യൂഷന്റെ ഫോം ഏതാണ്? ഫോം 59 ആണ്. ഫോം 59 ആണ്. നമുക്ക് 59 ഒന്ന് നോക്കാം. ഫോം 59 ഇതാണ്. ഫോം 59 പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഓതറൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഡേറ്റ് അങ്ങനെ നമ്മൾ ഇത് ആണ് പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ ഫോം 2 നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. ഫോം 2 ഇതാണ്. The form of application for learner's license or driving license or addition of a new class of vehicle or renewal of driving license or change of address or name. അതായത് ലേണേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ദെൻ അഡീഷൻ ഓഫ് ന്യൂ ക്ലാസ് ഓഫ് വെഹിക്കിൾ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അഡ്രസ്സോ പേരോ എന്തെങ്കിലും മാറ്റുന്നതിന്. ഇതെല്ലാം നമ്മൾ പൂരിപ്പിച്ച് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാഫിക് എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ട്രാഫിക് നമുക്ക് ഓപ്ഷൻ നോക്കാം. എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങളും. അന്നേരം ട്രാഫിക്കിൽ എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങളുണ്ട്. ഓക്കെ ആണ്. നെക്സ്റ്റ്, കാൽ നടക്കാർ. അന്നേരം എന്തായാലും ട്രാഫിക്കിൽ കാൽ നടക്കാറുണ്ട്, പെഡസ്ട്രിയൽ ഉണ്ട്. ദെൻ ഒറ്റയ്ക്കോ കൂട്ടം കൂടിയോ നടക്കുന്ന മൃഗങ്ങൾ. അന്നേരം മൃഗങ്ങളും ട്രാഫിക്കിനകത്ത് വരുന്നതാണ്. അന്നേരം ആൻസർ മുകളിൽ പറഞ്ഞ എല്ലാതും ചേർന്നതാണ് ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മുകളിൽ പറഞ്ഞ ഈ 3 ഓപ്ഷനും ചേരുന്നതാണ് ട്രാഫിക്. നെക്സ്റ്റ്, ഭാരത് സ്റ്റേജ് BS6 നമ്മൾ ഓൾറെഡി BS4ഉം BS6ഉം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾ, അതായത് 2020 ശേഷമാണ് ഈ സിസ്റ്റം വരുന്നത്. പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്ലഡ് ഗേജ് ഡാഷ് അടയാളമാണ്. ഫ്ലഡ് ഗേജ് എന്താണ്? വിവരദായക ചിഹ്നമാണ്. ഫ്ലഡ് ഗേജ് എന്നത്. നെക്സ്റ്റ്, താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? തെറ്റിപ്പോകരുത്. ഉയരപരിധിയാണ്, നീളപരിധി അല്ല. ഉയരപരിധിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 3.5 മീറ്റർ ആണ് ഉയരം, അതിൽ കൂടുതൽ പറ്റില്ല. നെക്സ്റ്റ്, ഒരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന നിങ്ങൾ ഡ്രൈവറായ നിങ്ങൾക്ക് അഭിമുഖമായി, അതായത് നിങ്ങൾ നോക്കുമ്പോൾ ഗീവ് വേ എന്ന് എഴുതിയ സൈൻ ബോർഡ് കാണുന്നു. ഇത് എന്ത് നിർദ്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഗീവ് വേ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴി മാറി കൊടുക്കണം. മറ്റു വാഹനങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ഞാൻ
മാറി നിന്ന് കൊടുക്കണം. നെക്സ്റ്റ്, കേരളത്തിലെ സ്കൂൾ പരിസരത്ത് മോട്ടോർ വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ ഡാഷ് കിലോമീറ്റർ ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. അതായത് സ്കൂൾ പരിസരത്താണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂളിന്റെ പരിസരമാണ്, 30 കിലോമീറ്റർ ആണ്. 30 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ മോട്ടോർ വാഹനങ്ങൾ സ്കൂൾ പരിസരത്ത് ഓടിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, 15 വർഷം കഴിഞ്ഞ സ്വകാര്യ മോട്ടോർ കാറുകളുടെ 15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ മോട്ടോർ കാറുകളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഗ്രീൻ ടാക്സ് എത്രയാണ് എന്നാണ് ചോദ്യം. ഗ്രീൻ ടാക്സ് എത്രയാണ്? 600 രൂപയാണ്. ഗ്രീൻ ടാക്സ് എത്രയാണ്? 600 രൂപയാണ് ഗ്രീൻ ടാക്സ്. നെക്സ്റ്റ്, വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിനാവശ്യമായ വീതി കുറഞ്ഞ കുത്തനെയുള്ള റോഡുകളിലും മലമ്പ്രദേശത്തുള്ള റോഡുകളിലും ഏത് വാഹനത്തിന് മുൻഗണന നൽകണം? അതായത് പ്രയോറിറ്റി ഏതിന് നൽകണം എന്നതാണ് ചോദ്യം. നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം. ഇറക്കം ഇറങ്ങി വരുന്ന വാഹനത്തിനാണോ, കയറ്റം കയറി വരുന്ന വാഹനത്തിനാണോ, ചെറിയ വാഹനത്തിനാണോ, വലിയ വാഹനത്തിനാണോ? അതായത് ഏറ്റവും അനുയോജിച്ചത് കയറ്റം കയറി വരുന്ന വാഹനത്തിനാണ്. നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഒരു ത്രികോണത്തിലുള്ള കോഷണറി സൈൻ മനസ്സിലായി കാണും. ത്രികോണം ഒരു റെയിൽവേ എഞ്ചിന്റെ ചിത്രം കാണുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? റെയിൽവേ എഞ്ചിൻ ആവുമ്പോൾ ട്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അതിന്റെ ആൻസർ, കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ക്രോസ് മുന്നിലുണ്ട്. കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ക്രോസ് മുന്നിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ക്രോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അതായത് റെയിൽവേ ക്രോസിന് തൊട്ട് മുമ്പ് വാഹനം നിർത്തുകയും ഇറങ്ങിച്ചെന്ന് ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം ഓടിച്ചു പോവുക. അടുത്തത്, വാഹനത്തിന്റെ പിൻഭാഗത്ത് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റ് ടേപ്പിന്റെ നിറം. നമുക്കറിയാം, ഈ ഗുഡ്സ് വാഹനങ്ങളുടെയൊക്കെ സൈഡിലും പുറകുവശത്തും റിഫ്ലക്റ്റിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നത്. ഇത് ഏത് നിറമാണ്? ചുവപ്പ് നിറമാണ്. നെക്സ്റ്റ്, തന്റെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ, അതായത് തന്റെ വാഹനം മുഖേന ഒരാൾക്ക് പരിക്ക് പറ്റി, ഡ്രൈവർ എത്രയും വേഗം ഡാഷ് സമയത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനുള്ളിൽ അയാൾ എന്ത് ചെയ്യണം? അടുത്തുള്ള സ്റ്റേഷനിൽ തന്റെ വാഹനം തട്ടി ഒരാൾക്ക് പരിക്ക് പറ്റി എന്ന് റിപ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ്. നെക്സ്റ്റ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഫൈൻ മാത്രം കിട്ടാവുന്ന കുറ്റമാണ്. അത് തെറ്റാണ്. ഫൈൻ മാത്രം പോരാ, തടവ് ശിക്ഷ മാത്രം കിട്ടാവുന്നതാണ്. നോക്കാം. നെക്സ്റ്റ്, ഫൈനും തടവ് ശിക്ഷയും കിട്ടാവുന്ന കുറ്റമാണ്. ഫൈനും തടവ് ശിക്ഷയും ലൈസൻസ് അയോഗ്യതയും കിട്ടാവുന്ന കുറ്റമാണ്. അന്നേരം ഏറ്റവും താഴത്തെയാണ് ഏറ്റവും അനുയോജ്യമായത്. നമുക്ക് മുകളിലുള്ളതിനേക്കാൾ ഏറ്റവും അനുയോജ്യമായത് ഡി ആണ്. ഫൈനും തടവ് ശിക്ഷയും ലൈസൻസ് അയോഗ്യതയും കിട്ടാവുന്ന കുറ്റമാണ്. നെക്സ്റ്റ്, ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വാഹനം മറ്റൊരാൾക്ക് വിറ്റു, അല്ലെങ്കിൽ മറ്റൊരാളുടെ വാഹനം നമ്മൾ വാങ്ങിച്ചാൽ ഉപയോഗിക്കേണ്ട ഫോമുകൾ ഏതാണ്? ഫോം 29ഉം 30ഉം ആണ്. തെറ്റിപ്പോകരുത്. ഫോം 29, 30. ഫോം 29ഉം 30ഉം നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോം 29 ആൻഡ് 30. ഫോം 29 ആൻഡ് 30. നോട്ടീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ. ഇത് പൂരിപ്പിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫോർ ഇന്റിമേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾ വാഹനം ഓടിച്ചു മറ്റൊരു വാഹനത്തെ പിന്തുടർന്നു പോകുമ്പോൾ എത്ര അകലം പാലിക്കണം? അതായത് നിങ്ങൾ ഇങ്ങനെ വാഹനം യാത്ര ചെയ്തു പോകുന്ന സമയത്ത് മുമ്പിലുള്ള വാഹനത്തിൽ നിന്നും എത്ര അകലമാണ് നിങ്ങൾ പാലിക്കേണ്ടത്? നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. ഒരു കാറിന്റെ നീളത്തിന് തുല്യമായ അകലം, അതായത് ഒരു കാറിന്റെ നീളം എത്രയാണോ, 3 മീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ 4 മീറ്റർ ആണെങ്കിൽ ആ അകലം പാലിക്കണം. 2 കാറുകളുടെ നീളത്തിന് തുല്യമായ അകലം, അത് 2 കാറുകളുടെ നീളത്തിന് തുല്യമായ നീളം പാലിക്കണം. മുന്നിലെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയാലും നിങ്ങൾക്ക് സുരക്ഷിതമായി നിർത്താനുള്ള അകലം, അതാണ് ശരി. അതായത് പെട്ടെന്ന് എന്ത് ചെയ്തു? നിങ്ങളുടെ മുമ്പിലുള്ള വാഹനം നിർത്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായി അതിനെ തട്ടാതെ നിർത്താൻ ഉള്ള അകലം പാലിച്ചിരിക്കണം. നെക്സ്റ്റ്, നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലത്തിൽ വെള്ള നിറത്തിൽ ഹോണിന്റെ ചിത്രം വരച്ചിരിക്കുന്നു. അന്നേരം മാറിപ്പോവല്. നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലത്തിൽ വെള്ള നിറത്തിൽ ഹോണിന്റെ ചിത്രം വരച്ചിട്ടുള്ള റോഡ് സൈൻ ബോർഡ് കണ്ടാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായും ഹോൺ മുഴക്കണം. ഹോൺ മുഴക്കി വേണം പോവാൻ. നെക്സ്റ്റ്, ഒരു വാഹനത്തിൽ ലഭ്യമായിട്ടുള്ള റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? അതായത് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ, അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കാറില്ല. വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ അത് അനുയോജ്യമായ ഒരു സ്ഥലമാണ്. എന്ത് ചെയ്യണം? വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്, വാഹനത്തിന്റെ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എപ്പോഴാണ് പ്രകാശിപ്പിക്കേണ്ടത്? എമർജൻസി, ഒരു ജംഗ്ഷൻ നേരെ പോകുന്നതിന്
വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോകുമ്പോൾ, വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ, മഴയത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത്. ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഇതില്ല. അതായത് എമർജൻസി സിറ്റുവേഷൻ ഏതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കാൻ കഴിയും.